തുടങ്ങുക. ഓക്കെ. അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു, എല്ലാവരെയും അഭിനന്ദിക്കുന്നു. ഇത്രയും വലിയൊരു എഫേർട്ട് നിങ്ങൾ നേരത്തെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് എനിക്കറിയാം. സാർ എന്നോട് പറഞ്ഞു. നിങ്ങളുടെ ഓൺലൈൻ ക്വിസ് മത്സരങ്ങളും ഒക്കെ വളരെ മനോഹരമായിട്ട് പോകുന്നതിനെ ഓർത്തുകൊണ്ട് അഭിനന്ദിക്കുന്നു. നമുക്ക് അധിക സമയം കളയാതെ തന്നെ എത്രയും പെട്ടെന്ന് നമ്മളതിൻ്റെ ഒരു ഓറിയന്റേഷൻ സെഷനിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത്. ഞാനതിൻ്റെ ഒരു സ്ക്രീൻ ഷെയറിങ് തുടങ്ങാം. 1 സെക്കൻഡ്. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. പറ്റുന്നു. ഓക്കെ. ഇതാണ് നമ്മളുടെ ഒരു ഓറിയന്റേഷൻ സെഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമുക്ക് ഈ വർഷവും നമുക്ക് 4 ടോപ്പിക്കുകളാണുള്ളത്. സാധാരണ നമുക്ക് ബൈബിളിൽ നിന്ന് ഒരു ഭാഗം കൂടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് 60% ചോദ്യങ്ങളും വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ളതായിരിക്കും. 60% ചോദ്യങ്ങൾ സുവിശേഷത്തിൽ നിന്ന്, 15% ചോദ്യങ്ങൾ നമ്മുടെ സീറോ മലബാർ സഭയുടെ ലിറ്റർജിയിൽ ആരാധനാക്രമത്തിനെ അധിഷ്ഠിതമാക്കിയിട്ടായിരിക്കും. സീറോ മലബാർ സഭാ ചരിത്രം 15%, അതുപോലെ തന്നെ SMCA 10%. ഇങ്ങനെയായിരിക്കും നമ്മളുടെ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യം തന്നെയാണിത്. തന്നെ ഒരിക്കൽ കൂടി ഒന്ന് ഓർപ്പിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി പറയുന്നു, സുവിശേഷത്തെ അടിസ്ഥാനമാക്കി 60% ചോദ്യങ്ങളും സഭാ ആരാധനാക്രമത്തെ അടിസ്ഥാനമാക്കി 15%, സഭാ ചരിത്രത്തെ അടിസ്ഥാനമാക്കി 15%, അതോടൊപ്പം തന്നെ SMCA അടിസ്ഥാനമാക്കി 10% ചോദ്യങ്ങളും. ഇതിന്റെ നമ്മൾ ഓരോ ടോപ്പിക്കിലായിട്ട് നമ്മളൊന്ന് പോകാൻ വേണ്ടി പോവുകയാണ്. ഒന്നാമത്തത് വിശുദ്ധ മത്തായി ശ്ലീഹ അറിയിച്ച സുവിശേഷം, ഗോസ്പൽ ഓഫ് സെയിന്റ് മാത്യു. അതിന്റെ റെഫറൻസ് പുസ്തകം നിങ്ങൾക്ക് POC ബൈബിൾ ആണ് നമ്മളുടെ റെഫറൻസ് ബുക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. റെഫറൻസ് നമുക്ക് ഉപയോഗിക്കുന്ന പുസ്തകം ബൈബിള്. നമ്മൾ ഞാൻ ഒന്ന് അപ്പുറത്തോട്ടിരിക്കാം. വിശുദ്ധ ഗ്രന്ഥം തന്നെയാണ്, ബൈബിൾ തന്നെയാണ്. ബൈബിളിന്റെ പുതിയ വേർഷൻ അല്ല, പരിഷ്കരിച്ച പതിപ്പല്ല. നമ്മൾ ഇത്രയും കാലം നമ്മുടെ കയ്യിലെല്ലാം അവൈലബിൾ ആയിരിക്കുന്ന, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൈബിൾ തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. പരിഷ്കരിച്ച പതിപ്പ് നമ്മൾ റെഫറൻസ് ആയിട്ട് ഇപ്രാവശ്യം ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന നമ്മുടെ കയ്യിലെല്ലാം ഉള്ള ബൈബിൾ തന്നെയായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ബാങ്ക്, സാറ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കും ഇതിനകത്ത് ഉപയോഗിക്കുന്നതായിരിക്കും. നമ്മൾ ഈ ഒരു റെഫറൻസ് ബുക്കായിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. 5 തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും പ്രധാനമായിട്ടും ഇതിനകത്ത് വരുന്നത്. ഒന്ന്, ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അതിന്റെ സാമ്പിൾസ് കാണിച്ചു തരാം. 2, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ. 3, ആരോട് പറഞ്ഞു എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ. 4, ഇതിനെ ഒരു ബൈബിൾ വചനം തന്നെ കംപ്ലീറ്റ് ചെയ്യാനുള്ള വചനം. ഇതിന്റെ എല്ലാത്തിന്റെയും സാമ്പിൾ കാണിച്ചു തരാം. 5-മത്തത്, ചാപ്റ്റർ ഐഡന്റിഫൈ ചെയ്യുക, ക്യാരക്ടറിനെ ഐഡന്റിഫൈ ചെയ്യുക, സ്ഥലങ്ങൾ ഐഡന്റിഫൈ ചെയ്യുക. ഇത്തരത്തിലുള്ള വ്യത്യസ്തതയുള്ള ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഓരോ റൗണ്ടിലും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഉപവസിക്കുമ്പോൾ ആരെ പോലെ വിഷാദം ഭാവിക്കരുതെന്നാണ് ഈശോ പറയുന്നത്. അതിന് ഉത്തരം വളരെ സ്ട്രൈറ്റ് ആണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുതെന്ന് ഈശോ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷം ഒരു വചനഭാവം നമ്മൾ പറഞ്ഞിരിക്കുന്നു, കവർക്കാർച്ചക്കാരൻ എന്ന പോലെ വാളും വടികളുമായി നിങ്ങൾ എന്നെ ബന്ധിക്കുവാൻ വന്നിരിക്കുന്നു. ഞാൻ ദിവസവും ദേവാലയത്തിലെ പഠിപ്പിച്ചു, നിങ്ങൾ എന്നെ പഠിച്ചില്ല. പ്രവാചകന്മാരുടെ ലിഖിതങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇത് ആരോട് പറഞ്ഞു എന്നുള്ളതാണ്. അവിടെ തന്നെ പിടികൂടാൻ വന്ന ജനക്കൂട്ടത്തോട് യേശു എന്നാണ് പറയുന്നത്. അപ്പം ജനക്കൂട്ടത്തോട് എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരമാകത്തില്ല, കാരണം ഇതൊരു ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പോൾ ഒരു മെയിൻ മത്സരം നടക്കുമ്പോൾ നിങ്ങൾക്ക് ജനക്കൂട്ടത്തെ എന്ന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പകുതി മാർക്ക് തരാമെന്ന് ചോദിച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം ഈശോയ്ക്ക് ചുറ്റും എപ്പോഴും ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അപ്പൊ തന്നെ പിടികൂടാൻ വന്ന ജനക്കൂട്ടത്തോട് ഈശോ പറഞ്ഞു എന്നാണ് മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഉത്തരം. അപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റും കൂടെ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്കത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് തരാനായിട്ട് പറ്റത്തുള്ളൂ. അതൊരു നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഒരു ചോദ്യം ഇങ്ങനെ ഇട്ടത്. മറ്റൊരു തരത്തിലുള്ള ചോദ്യം എന്ന് പറയുന്നത് ചാപ്റ്ററുകൾ, സ്ഥലങ്ങൾ, ക്യാരക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈശോനെ ഒറ്റിക്കൊടുക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇത് ഏത് അധ്യായത്തിലാണ് ഈ സംഭവം പ്രതിപാദിച്ചിരിക്കുന്നത്? അത് 26-ാം അധ്യായത്തിലായിരിക്കാം. ആയിരിക്കാന്നല്ല, 26-ാം അധ്യായത്തിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ ചില സംഭവങ്ങൾ പറഞ്ഞിട്ട് അത് നടന്ന സ്ഥലം ചോദിക്കാം. അതോടൊപ്പം തന്നെ ചില സാഹചര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുന്നതായിരിക്കാം. ആ വ്യക്തിയെ മനസ്സിലാക്കുക, ക്യാരക്ടറിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള രീതിയിലുള്ള ചോദ്യങ്ങളും അവിടെ നമുക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പിന്നെ ചില ചോദ്യങ്ങൾ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. തന്നെ പിടികൂടാൻ വന്ന ജനക്കൂട്ടത്തോട് യേശു എന്താണ് പറഞ്ഞത്? നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യം തന്നെ ഒരിക്കലൂടെ എന്ന് പറഞ്ഞെന്നുള്ളൂ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വചനം മുഴുവനായിട്ടും പറയണം. കുറച്ചക്കാരനെ എന്നതുപോലെ വാളുകളും വടികളുമായി നിങ്ങൾ എന്നെ ബന്ധിക്കുവാൻ വന്നിരിക്കുന്നു. ആ വചനം മുഴുവനായിട്ട് പറയണം. ആ വചനത്തിനകത്ത് നിങ്ങൾ ഏതെങ്കിലും പോർഷൻ, നമുക്ക് വചനം ഒരിക്കലും നമുക്ക് മാറ്റി പറയാനായിട്ട് സാധിക്കത്തില്ല. വചനമായിട്ട് തന്നെ പൂർണ്ണമായിട്ട് കൃത്യമായിട്ട് പറയണം.
അതിനകത്ത് പൂർണ്ണമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ മാർക്കിൻ്റെ പെർസെൻറ്റേജുകൾ നമുക്ക് ആ സമയത്ത് വരുന്ന ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് നമ്മൾ തരുന്നതായിരിക്കും. അത് നമ്മൾ ഓൾറെഡി നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ഈ വചനത്തിൻ്റെ ഈ വരികൾക്ക് ഇത്ര മാർക്ക്. കാരണം ഓരോ ഓരോ ഭാഗത്തിലും എവിടെയാണ് ഒരു 3 വരി ഉണ്ടെങ്കിൽ അതിനകത്ത് എവിടെയാണ് കൂടുതൽ എംഫസൈസ് ചെയ്യേണ്ടതെന്നനുസരിച്ച് ഓരോ ഭാഗത്തിനും നമ്മൾ മാർക്കുകൾ കൊടുത്തിട്ടുണ്ടാവും. അന്ന് ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. ജഡ്ജ്മെന്റ് ടീമിന് നമ്മുടെ സപ്പോർട്ടിംഗ് ടീമിനെ അത് ഏൽപ്പിച്ചിട്ടുണ്ടാവും. അപ്പം ഇങ്ങനെയായിരിക്കും ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ക്രമീകരിച്ചിട്ടുണ്ടാവുക. നിങ്ങൾ മുഴുവൻ സുവിശേഷം മുഴുവൻ കാണാതെ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, ഈശോ പറഞ്ഞ പ്രധാനപ്പെട്ട വചന ഭാഗങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിനകത്ത് ചോദ്യങ്ങളായിട്ട് വരുന്നത്. മറ്റൊരു തരത്തിലുള്ള ചോദ്യം കംപ്ലീറ്റ് ദ ബൈബിൾ വേഴ്സ് എന്ന് പറയുന്നൊരു ഒരു 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 ചോദ്യമാണ്. ഇതിനകത്ത് കവർച്ച ഇതേ വചനം തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നെ പിടിച്ചില്ല, അതിനുശേഷം ഉള്ള വചനം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ പറയുന്നു. ഇത് ചിലപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്നത് തുടക്കവും അവസാനവും കൊടുത്തിട്ട് അതിന് ഇടയ്ക്കുള്ള വചനം പറയാനായിരിക്കും പറയുന്നത്. ചിലപ്പം ഒരു വചനം പറഞ്ഞ് അതിന് മുമ്പുള്ള വചനം പറയാനായിരിക്കും പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ ഒരു വചനം പറഞ്ഞ ശേഷം അതിന് ശേഷമുള്ള വചനം പറയാനായിരിക്കും പറയുന്നത്. ഇങ്ങനെ കംപ്ലീറ്റ് ദ ബൈബിൾ വേഴ്സും ഒരു സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഇത്രയും ചോദ്യങ്ങളാണ് വിശുദ്ധ മത്തായി ശ്ലീഹയുടെ സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ. സംശയങ്ങൾ നമ്മളിപ്പം ചോദിച്ചു പോകണോ അതോ എല്ലാം കഴിഞ്ഞതിന് ശേഷം മതിയോ സാറേ? ഇപ്പൊ ചോദിച്ചോട്ടെ, കുഴപ്പമില്ല. ഇപ്പൊ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോട്ടെ. ഈ ഒരു പ്രശ്നം സുവിശേഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ക്വിസിനകത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഇല്ല എങ്കിൽ മുന്നോട്ട് പോകാം. ഓക്കെ, ആർക്കും സംശയങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? ഓക്കെ. രണ്ടാമത്തെ ഭാഗം ആരാധനാക്രമത്തെ അടിസ്ഥാനമാക്കി, ലിറ്ററേച്ചർ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ നിങ്ങളുടെ റെഫറൻസ് ബുക്ക് എന്ന് പറയുന്നത് കുർബാന പുസ്തകം, തക്സ അല്ലെങ്കിൽ കുർബാന പുസ്തകം നമ്മുടെ കയ്യിലുള്ള കുർബാന പുസ്തകത്തിൻ്റെ റാസാക്രമം എന്ന് എഴുതിയിരിക്കുന്ന വലിയ കുർബാന പുസ്തകമുണ്ട്. ആ കുർബാന പുസ്തകമായി നമ്മുടെ റെഫറൻസ് പുസ്തകമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ 4ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും വേദപാഠ സിറോ മലബാർ കാറ്റഗിസം ടെക്സ്റ്റ് ബുക്ക്, കുവൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിറോ മലബാർ കാറ്റഗിസം ടെക്സ്റ്റ് ബുക്ക്, 4ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്കിലും നിങ്ങൾക്ക് ചോദ്യം ഇത് ബേസ്ഡ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ബാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത്, പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതോടൊപ്പം തന്നെ കുർബാന പുസ്തകവും 4ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും കാറ്റഗിസം ടെക്സ്റ്റ് ബുക്കും. അതിനകത്തെ ദേവാലയത്തിലെ സ്ഥലങ്ങളെക്കുറിച്ച്, തിരുവസ്ത്രങ്ങളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിൽ ഉപയോഗിക്കുന്ന അടയാളങ്ങൾ, അതോടൊപ്പം തന്നെ ആംഗ്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചോദ്യവലിയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പ്രാർത്ഥനകളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾ, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന വായിച്ചിട്ട് പറഞ്ഞിട്ട് അത് വിശുദ്ധ കുർബാനയിൽ ഏത് ഭാഗത്താണ് അല്ലെങ്കിൽ എവിടെയാണ് വിശുദ്ധ കുർബാനയിൽ ആ പ്രാർത്ഥന വരുന്നതെന്ന് നമുക്കവിടെ ചോദിക്കാം. അല്ലെങ്കിൽ ആ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് വൈദികൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ വൈദികൻ കൈവിരിച്ച് പിടിച്ചിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് ചോദിക്കാവുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലിറ്റർജിക്കൽ സീസൺ നമ്മുടെ ആരാധന ഓരോ കാലങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം. ആ കാലങ്ങളിലുള്ള പ്രാർത്ഥനകൾ മുഴുവൻ നിങ്ങൾ കാണാതെ പഠിക്കേണ്ട, പക്ഷേ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കാലങ്ങളെ അടിസ്ഥാനമാക്കി നമ്മൾ ചോദിക്കുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് ഒരു ബോധ്യം ഉണ്ടായിരിക്കുക. അവിടെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഏകദേശം ഒരു കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതില്ല. കാലങ്ങളെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം പറയാനായിട്ട് സാധിക്കുന്ന രീതിയിലായിരിക്കും അത് ക്രമീകരിച്ചിരിക്കുന്നത്. ചില ഉദാഹരണമായിട്ടുള്ള ചില ചോദ്യങ്ങൾ പറയാം. ഒന്ന് പുസ്തകത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യം, ദൈവമേ അങ്ങ് പരിശുദ്ധനാകുന്നു എന്ന രഹസ്യ പ്രാർത്ഥന ഏത് അനുഭവത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്? അത് പാപബോധ അനുഭവത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നതെന്ന് നമ്മളെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. പാപബോധാനുഭവത്തിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. ഈ കുർബാന പുസ്തകത്തിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഒനീസ ദ ഏവൻഗേലിയോൻ ആലപിക്കുമ്പോൾ കാർമികൻ എന്ത് ചെയ്യണമെന്നാണ് തക്സായിൽ പ്രതിപാദിച്ചിരിക്കുന്നത്? തക്സായിലെ വിശുദ്ധ കുർബാന പുസ്തകത്തിൽ ഒനീസ ദ ഏവൻഗേലിയോൻ ആലപിക്കുമ്പോൾ, അത് വിശുദ്ധ കുർബാന സുവിശേഷമായിരിക്കുമ്പോഴുള്ള ഗീതമാണ്. അത് ആലപിക്കുമ്പോൾ കാർമികൻ എന്താണ് ചെയ്യേണ്ടത്? സുവിശേഷ ഗ്രന്ഥം എടുത്ത് മുത്തിയതിനു ശേഷം ആർച്ച് ഡീക്കനെയും ശുശ്രൂഷികളെയും മുത്തിക്കുന്നു എന്നാണ് കുർബാന പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഉത്തരവോടെ പറയണം. അതോടൊപ്പം തന്നെ സ്ഥലങ്ങളെക്കുറിച്ച്, തിരുവസ്ത്രങ്ങളെക്കുറിച്ചുള്ള അവിടെ ചോദിക്കുമ്പോൾ ബേസ്ഗസ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ആ വാക്കിൻ്റെ അർത്ഥം നിക്ഷേപാലയം എന്നാണ്. ഇതും കുർബാന പുസ്തകത്തിലും വേദപാഠ പുസ്തകത്തിലും നമുക്കിത് ഇതിനുള്ള ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്തെങ്കിലും സംശയങ്ങൾ ലിറ്ററേച്ചർ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടോ? ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം.
സീറോ മലബാർ ചർച്ച് ഹിസ്റ്ററി, സഭാചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ അടുത്ത റൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അടുത്ത പഠിക്കാനുള്ള ടോപ്പിക്ക്. അതിൽ നമ്മുടെ റെഫറൻസ് ബുക്കായിട്ട് ഭാരത സഭാചരിത്രം എന്ന് പറയുന്ന ഡോക്ടർ സേവർ കൂടപ്പഴേശൻ്റെ പുസ്തകമാണ് ഭാരത സഭാചരിത്രം. അതിൽ അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ വെബ്സൈറ്റും നമ്മൾ പഠിക്കാനായിട്ട് ഉപയോഗിക്കേണ്ടതായിരിക്കും. നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ബാങ്കും അതിനുള്ള ഒരു സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഓൾറെഡി ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഡോക്യുമെന്റ് ഒരിക്കൽ കൂടി സാറ് ഒന്നുകൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ബേസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ്, ഡേറ്റ്സ്, അത് വർഷങ്ങൾ ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. വളരെ പ്രധാനപ്പെട്ട വർഷങ്ങൾ, പ്രധാനപ്പെട്ട സംഭവങ്ങളുടെ. അതോടൊപ്പം തന്നെ വളരെ ചെറിയ ചോദ്യങ്ങളും ഉണ്ടാവും, കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ചോദ്യങ്ങളും ഈ സ്റ്റഡി മെറ്റീരിയൽ അടിസ്ഥാനമാക്കിയിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ ചോദിക്കുന്നുണ്ടായിരിക്കും. നമ്മൾ മുൻ വർഷങ്ങളിൽ ചെയ്തിരുന്ന പോലെ വാസ്റ്റ് ആയിട്ട് ആ പുസ്തകം മുഴുവൻ നിങ്ങൾ പഠിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല, കാരണം അത് പഠിച്ച് കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. പക്ഷേ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട, നമ്മൾ ഓരോരുത്തരും നമ്മൾ സഭാചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതായ ഇവൻറ്റ്സ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ഇവൻറ്റ്സിനെ കുറിച്ചുള്ള അടിസ്ഥാനമാക്കിയുള്ള അല്ലെങ്കിൽ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, കനായി തമ്മിലൊപ്പം കേരളത്തിലേക്ക് വന്ന മെത്രാൻ ആരാണ്? മാർ യൂസഫ് ഉറാഖ എന്ന് പറയുന്ന മെത്രാനാണ് വന്നത് എന്നുള്ള ചോദ്യം. ഇനി മറ്റൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, പാദ്രവാദോ അധികാരം എന്താണ്? അപ്പം നിങ്ങളിത് പുസ്തകത്തിലുള്ളത് പോലെ ഇത് കാണാതെ പഠിക്കുകയല്ല, മറിച്ച് അത് ആ സാഹചര്യം എന്താണ്, സംഭവം എന്താണ്, അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ഡേറ്റ്, അതോടൊപ്പം തന്നെ അധികാരം കൊടുത്തത് ആരാണ്, അതിന് അധികാരത്തിന്റെ പ്രത്യേകത എന്താണ്, അധികാരം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നുമായിട്ട് ബന്ധപ്പെട്ട്, പുനംകുരിശ് സത്യമായിക്കോട്ടെ, ഇങ്ങനെയുള്ള പല പല ടോപ്പിക്കുകളുണ്ടാവും അതുമായിട്ട് ബന്ധപ്പെട്ട്. അത് നിങ്ങൾ പുസ്തകത്തിലുള്ളതുപോലെ കാണാതെ പഠിച്ച് പറയണ്ട, കാരണം അത് വചനമല്ല. പക്ഷേ അതിന് കൃത്യമായിട്ടുള്ള ഉത്തരം നിങ്ങൾ മനസ്സിലാക്കിയ ഉത്തരവോടെ തരിക എന്നുള്ളതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് എസ് എം സി അടിസ്ഥാനമാക്കി, എസ് എം സിയുടെ ബൈലോ അല്ലെങ്കിൽ എസ് എം സി അടിസ്ഥാനമാക്കിയുള്ളതാണ് അടുത്തത് 10% ചോദ്യങ്ങൾ. അതിൻ്റെ റെഫറൻസ് എന്ന് പറയുന്നത് എസ് എം സിയുടെ ബൈലോ ഉണ്ട്, അതോടൊപ്പം തന്നെ എസ് എം സിയുടെ വെബ്സൈറ്റ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ബാങ്ക്സ്. ഇത്രയും കാര്യങ്ങളായിരിക്കും എസ് എം സിയുടെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി വരുന്നത്. അത് ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, അത് ബൈലോയിൽ നിന്നും അതോടൊപ്പം തന്നെ ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്നുള്ള ഡയറക്റ്റ് ചോദ്യങ്ങളായിരിക്കും വരുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എസ് എം സി എ വുമൻസ് വിങ്ങിന് നിലവിൽ എത്ര ഭാരവാഹികളുണ്ട്? 3 ഭാരവാഹികളാണ് ഉള്ളത്. ഇത് നിങ്ങൾ ഇത് ഞാനീ പറയുന്നതിൻ്റെ ഉത്തരം തന്നെ നിങ്ങൾ കാണാൻ പഠിക്കണമെന്നല്ല, നിങ്ങൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബൈലോ റെഫർ ചെയ്തോണം. ഞാനിത് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻസ് നിന്ന് എടുത്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ കാണാതെ നിങ്ങൾ റെഫർ ചെയ്ത് പഠിച്ചോണം കേട്ടോ. രണ്ടാമത്തെ ചോദ്യം, എസ് എം സി കുവൈറ്റിന്റെ ലക്ഷ്യം നിയമാവലിയുടെ ആമുഖത്തിൽ എപ്രകാരമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്? എസ് എം സി കുവൈറ്റിന്റെ ലക്ഷ്യം കൊടുത്തിരിക്കുന്നത് അംഗങ്ങൾക്ക് മാതൃക സഭയുടെ വിശ്വാസം, പാരമ്പര്യം, പൈതൃകം എന്നിവ പിന്തുടരാനും അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാനും ആധ്യാത്മികവും സാമൂഹികവും സാംസ്കാരികവുമായിട്ടുള്ള വ്യക്തിത്വം നിലനിർത്താനും പരിപോഷിപ്പിക്കാനും വേണ്ടി പ്രവർത്തിക്കുക. ഇത് മുഴുവൻ പറഞ്ഞാൽ അതിന്റെ ഉത്തരമാവുന്നുള്ളൂ, അതിന്റെ ഒരു പോർഷൻ മാത്രം പറഞ്ഞാൽ ഉത്തരമാകത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒക്കെ ആയിരിക്കും എസ് എം സിയുടെ അടിസ്ഥാനമാക്കിയിട്ട് വരുന്നത്. ഇമ്പോർട്ടൻ്റ് വർഷങ്ങൾ, നിയമങ്ങൾ, അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. ഇത്രയുമാണ് നമ്മളുടെ ഒരു ഓറിയന്റേഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് വരുന്നത്. ഇത്രയും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾ മാത്രം കാണാൻ, ക്വസ്റ്റ്യൻ ബാങ്കിലെ ചോദ്യങ്ങൾ തന്നെ ഇതൊരു ഗ്രാൻഡ് ഫിനാലെയാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ബാങ്ക് തന്നെ നിങ്ങൾ പഠിക്കുമ്പം നന്നായിട്ട് അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. സാർ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ലെങ്കിൽ നമുക്കൊരു ക്യൂ ആൻഡ് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളോ നിങ്ങളുടെ കൺസേൺസോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയം ഉപയോഗിക്കുന്നു. ആർക്കും സംശയമൊന്നുമില്ലെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു പലരുടെയും കൺസേൺ ഹിസ്റ്ററിയും ലിറ്ററേച്ചി നമുക്ക് ഓൾറെഡി കൃത്യമായിട്ടുള്ള പുസ്തകങ്ങളുണ്ട്. അപ്പം ഹിസ്റ്ററിക്കായിരിക്കും ചിലപ്പം ഒരു ബുദ്ധിമുട്ട് നേരിടുന്നത്. അതിപ്പം ജിസാറ് സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് അവിടെ കൊടുത്തിരിക്കുന്ന ഇൻസിഡൻസ് അതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നോക്കുക, അതിൻ്റെ പോയിന്റുകൾ നോക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് കൊടുത്തിരിക്കുന്ന ഇൻസിഡന്റ് അതിൻ്റെ മുന്നിലും പുറകിലും ഒക്കെ അല്ലെ അതിനോടനുബന്ധിച്ച സംഭവങ്ങൾ നോക്കുക. അതാണ് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. പിന്നെ എസ് എം സിയുടെ വെബ്സൈറ്റ്, പിന്നെ കറണ്ട് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് എസ് എം സിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെ സംശയങ്ങളോ അല്ലെ മറ്റെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഒന്നുകൂടെ സമയമുണ്ട്.
അപ്പം, ആ, ആരും പേടിക്കണ്ട. ഭയങ്കര ഇത്രയും ഓറിയന്റേഷൻ ഒക്കെ നിങ്ങൾക്ക് തന്ന ഞാൻ ശരിക്കും സാറിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. കാരണം ഇത്രയും നാളുകൾ കൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുകയാണ്. സാധാരണ ഇങ്ങനെ ഒരു നേരെ ഡയറക്റ്റ് മത്സരത്തിലേക്കാണ് വരാറുള്ളത്. ഇതിപ്പോൾ ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾ പഠിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശരിക്കും പണി എനിക്കാണ് കൂടിയിരിക്കുന്നത്. സജൻ ഓൺ ചെയ്തത് സംസാരിക്കാനാണോ അതോ അല്ലെങ്കിൽ ഹലോ, ഒരു കാര്യം ചോദിക്കാനായിരുന്നേ. യെസ്. ഈ സഭാചരിത്രത്തിന്റെ എന്തോ ബുക്ക് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, അപ്പൊ അത് ഏത് ബുക്കാണ്? അത് കൂടപ്പുഴേശന്റെ ഭാരത സഭാചരിത്രം എന്ന് പറയുന്ന ബുക്കാണ്. ആ അത് ആ ടെക്സ്റ്റ് ബുക്ക് ഇപ്പം നമുക്കൊരു 1 മന്ത് അല്ലേ ഇനി നമുക്ക് സമയമുള്ളൂ. ആ ഒരു ബുക്ക് ഇനി നമുക്ക് അവൈലബിൾ ആക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് സാറേ, ഇമ്പോർട്ടന്റ് ഇവന്റ്സ് നമ്മൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ബാങ്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ അല്ലേ? ഇമ്പോർട്ടന്റ് ഇവന്റ്സ് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിന് ഒരു ഇത്ര വലിപ്പം ഉണ്ടായിരിക്കും. ഇച്ചിരി മുമ്പിലോട്ട് പിടിക്കുക സാറേ, കാണത്തില്ല. ബ്ലർ ഓഫ് ആ ചെയ്താണ്. ബാക്ക്ഗ്രൗണ്ട് ഇട്ടേക്കുന്നതുകൊണ്ടാണ് അത് കണ്ടത്. അതെ. ഇതൊരു നല്ല വലിപ്പമുള്ള ഇത് സാധനമാണ്. അപ്പൊ അതുകൊണ്ട് ഇച്ചിരി ഇതുണ്ടോ, ഇത്രയും വലിപ്പമുണ്ട് പുസ്തകത്തിന്. അപ്പം ഇത് ഇതിപ്പം പഠിച്ചെടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇവന്തോ എന്നിരുന്നാൽ തന്നെയും നാട്ടിൽ നിന്ന് മേടിക്കാമെങ്കിൽ അതൊന്ന് ഓടിച്ചിട്ട് ഈ ഒരു പീരീഡ്, അതായത് നമ്മൾ ആദ്യം നോക്കുന്നത് ആ ഫസ്റ്റ് സെഞ്ചുറി അല്ലെങ്കിൽ ആ ഒരു ആദ്യ കാലഘട്ടങ്ങളിലെ അല്ലെ തോമസ് ലിഹായുടെ വരവ്, അതിനോട് കുറിച്ചുള്ള പീരീഡ്. പിന്നെ വരുമ്പോഴത്തേനും നമ്മൾ ഈ ചെപ്പേടുകളുടെ കാലഘട്ടങ്ങള്, പിന്നെ വരുമ്പം ഒരു 13, 14 നൂറ്റാണ്ട്, 15, പിന്നെ പോർച്ചുഗീസുകാരുടെ വരവ്. പോർച്ചുഗീസുകാരുടെ വരവിനോടനുബന്ധിച്ച് പിന്നെ വരുമ്പം ഉദയംപേരൂർ സൂനകദോസ്, പിന്നെ കൂനംകുരിശ് സത്യം, സഭയിലെ പിളർപ്പ്, പിന്നെ കരിയാറ്റിയുടെയും പാറമേക്കലിൻ്റെയും റോമയാത്ര, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറയുമ്പോൾ. പിന്നീട് വരുമ്പോഴത്തേനും നമ്മളുടെ സഭ വികാരിയാത്തുകൾ ഉണ്ടാകുന്നു. സഭയുടെ സ്വയംഭരണ, അതായത് സൂയിജുറി ചർച്ച ആയി മാറുന്നു ആ ഒരു കാലഘട്ടം. പിന്നെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ ചർച്ച് എന്നുള്ള ഇതിലോട്ട് വരുന്നു. പിന്നെ ഓൾ ഇന്ത്യ ജൂറിസ്ഡിക്ഷൻ വരുന്നു. പിന്നെ ഇങ്ങേയറ്റം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഗൾഫ് റീജിയനിലൂടെ ഉള്ള അധികാരം നമുക്ക് തരുമ്പോഴത്തേനും ഒരു ഓൾ വേൾഡ് എന്നുള്ള ഒരു ഇതിലോട്ട് നമുക്ക് അതിനൊരു സഭയുടെ പദവി ഉയർത്തപ്പെടുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പറഞ്ഞ് പോകുന്നത്, സഭാചരിത്രത്തിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. ക്ലിയർ ആയി കാണുമല്ലോ? ഓക്കെ. ഇപ്പം ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ബാങ്കിലുള്ളത് നോക്കിയാൽ മതി അല്ലേ മെയിനായിട്ട്? പുസ്തകം അല്ല, ഞാൻ നിരുത്സാഹപ്പെടുത്തുകയല്ല. 1 മാസത്തോടെ സമയമുണ്ട്. പുസ്തകം ഉണ്ടെങ്കിൽ നല്ലതാണ്. അത് നാട്ടിൽ നിന്ന് ഏതാണ്ട് 1000-ന് മേളിലെങ്ങാണ്ടാണ് അതിന്റെ വില കേട്ടോ പുസ്തകത്തിന്. ഇത് ഓക്കെ, താങ്ക് യു. അവൈലബിൾ ആണ്. സാറേ ഞങ്ങളൊക്കെ തുടക്കക്കാരാണ്. അപ്പൊ ഒരു ഡൗട്ട് ചോദിച്ചിട്ട്, ഇനിയിപ്പോ ഇത് നാട്ടിൽ നിന്ന് നമുക്ക് വരുത്തി ഈ പറയുന്ന സംഭവം മുഴുവൻ പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ. അപ്പൊ എന്നിട്ട് ആ ഇമ്പോർട്ടന്റ് ഇവന്റ്സിന്റെ കുറച്ച് പാർട്ടെങ്കിലും ഒന്ന് നമുക്ക് ഗ്രൂപ്പ് ത്രൂ ഷെയർ ചെയ്യാൻ പറ്റുമോ? പലതും അന്ന് ഗൂഗിൾ ചെയ്തിരുന്നു. ഞാനൊക്കെ ഗൂഗിൾ ചെയ്തിട്ടാണ് മുകളിലത്തും താഴത്തെയും കാര്യങ്ങളെല്ലാം മനസ്സിലാവാത്തത് ഒന്നും കൂടി നോക്കിയിരുന്നത്. അപ്പൊ അത് കുറച്ചെങ്കിലും അത്ര ഇമ്പോർട്ടന്റ് ആയത് മാത്രം അല്ല, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു ഇവന്റ് എന്ന് പറഞ്ഞാൽ പേജസ്, നമ്പർ ഓഫ് പേജസ് കൂടുതലുണ്ടായിരിക്കും. അറിയാം. കുറച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മുഴുവൻ നമുക്ക് സാധ്യമല്ല. കൂനംകുരിശ് സത്യം അങ്ങനെയുള്ള ഇമ്പോർട്ടന്റ് ഇതുണ്ടല്ലോ, അതിന്റെ കുറച്ച് ഭാഗമെങ്കിലും. നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്കിനകത്ത് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഉദയംപേരൂർ സൂനകദോസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂനംകുരിശ് സത്യം അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വോയിസ് നോട്ടായിട്ട് വേണേൽ
ഇട്ടുതരാം. ഓക്കെ. വായിച്ച് വേണം, ആ അല്ല ഒരു ആ സമ്മറി ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ വോയിസ് നോട്ടായിട്ട് ഇട്ടുതരാം കേട്ടോ. ഓക്കെ 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 താങ്ക് യു. ഓക്കെ ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ? ഇനി ആർക്കും സംശയങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? ട്രീസ ആന്റണി? ഇല്ല. സാറ് ഞാൻ ലേറ്റ് ആയിട്ടാണേ വന്നേ. ആ. എനിക്ക് ഓക്കെ. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ബൈബിളിനകത്ത് എത്ര പെർസെന്റ് അങ്ങനെയാണോ? ബൈബിളിനകത്ത് ക്വസ്റ്റ്യൻസ് അല്ല സഭാചരിത്രം എത്ര പെർസെന്റ് അങ്ങനെയുണ്ടോ? ജിസാറെ ഒന്ന് പറഞ്ഞേരെ, ഒന്നോടൊന്ന് പറഞ്ഞേരെ. ഞാൻ ഇച്ചിരി ലേറ്റ് ആയിരുന്നു കയറിയപ്പോഴേ. കുഴപ്പമില്ല. ഇങ്ങനെയായിരിക്കും നമ്മളുടെ ക്രമീകരണം. സുവിശേഷത്തെ അടിസ്ഥാനമാക്കി 60% ചോദ്യങ്ങളും, ആരാധനാക്രമത്തെ അടിസ്ഥാനമാക്കി 15%, സഭാചരിത്രത്തെ അടിസ്ഥാനമാക്കി 15%, SMCയെ അടിസ്ഥാനമാക്കി 10%. ഇങ്ങനെയായിരിക്കും നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതെ, നടത്തുന്നതിന്റെ സമയമാണോ? അത് എത്ര ഇതുണ്ടെന്ന് അനുസരിച്ചിട്ടായിരിക്കും, നമ്മൾ എത്ര റൗണ്ട് ഉണ്ടെന്നതിനനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. നമ്പർ ഓഫ് ടീംസ് എത്ര വരുന്നുണ്ട് എന്നതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മളത് തീരുമാനിക്കുന്നതായിരിക്കും. ഓക്കെ സാറേ, അങ്ങനെയെങ്കിൽ വൈൻഡപ്പ് ചെയ്താലോ? പറയാനൊന്നുമില്ലല്ലോ സാറിന്? വേറെ ഒന്നും ആഡ് ചെയ്യാനില്ലല്ലോ? കൂട്ടിച്ചേർക്കാനൊന്നും ഇല്ലല്ലോ? ഇല്ല സാറേ, പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് നമ്മളായിരിക്കുന്ന ആ ഗ്രൂപ്പ് ഉണ്ടല്ലോ, ക്വിസിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പിൽ നിങ്ങളുടെ എന്ത് സംശയങ്ങളും അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കാണെങ്കിൽ സാധിക്കുന്ന രീതിയിൽ നമ്മൾ സഹായിക്കുന്നതാണ്. പിന്നെ അപ്പം എല്ലാവരും നല്ലോണം പ്രിപ്പയർ ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും സമയവും ഇത്രയും ഒക്കെ നമുക്ക് തന്നിരിക്കുന്നത്. ഇന്ന് നമ്മളുടെ ഒരു ഇത് ക്ഷണം സ്വീകരിച്ചിട്ട് ഈ ക്ലാസ്സിന് വേണ്ടി നമ്മൾക്കൊരു ഓറിയന്റേഷൻ നൽകാനായിട്ട് ഇവിടെ വന്ന ജിസാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ഇതിന് ഇത്രയധികം താല്പര്യം കാണിച്ച് ഇതിൻ്റെ അകത്ത് പങ്കെടുത്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും, നിങ്ങളെല്ലാവരും തന്നെ ഫൈനൽ റൗണ്ടിലേക്ക് നിങ്ങളുടെ ഏരിയ തലത്തിൽ നിന്ന് ജയിച്ച് ഫൈനൽ തലത്തിലേക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം എല്ലാവർക്കും വരാവുന്നേ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇത് നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇത് റെക്കോർഡ് ചെയ്ത് നമ്മുടെ തൻ്റെ ഗ്രൂപ്പിൻ്റെ അകത്ത് ഇത് അവൈലബിൾ ആക്കുന്നതായിരിക്കും. താങ്ക് യു വെരി മച്ച്. നമുക്ക് പ്രാർത്ഥിച്ച് സാറേ, നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. തീർച്ചയായിട്ടും സാറേ.